ടിൻഡു, ഈ CITU ഒഴികെയുള്ള സംഘടനകൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രിക്കെതിരെ CITU നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പുതിയ പരിഷ്കരണം CITU കൈയടിച്ച് പാസാക്കിയെന്ന മന്ത്രിയുടെ വാദം തെറ്റാണ്. ടെസ്റ്റ് ബഹിഷ്കരണം പിൻവലിച്ച് താൽക്കാലികമെന്നും CITU പറയുന്നുണ്ട്. തീർച്ചയായും CITU ഇപ്പോൾ ഇതുമായി സംബന്ധിച്ച് പ്രസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CITUവിൻ്റെ വാദം ഇങ്ങനെയാണ്: ഗതാഗത മന്ത്രി പറയുന്നതല്ല ഞങ്ങൾ കൈയടിച്ച് പാസാക്കി എന്ന് പറയുന്ന വാദം തെറ്റാണ്. തൽക്കാലമായിട്ട് സർക്കുലർ പരാമർശിക്കുന്ന കാര്യങ്ങളിലെ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലമായി സമരത്തിൽ നിന്നും പിന്മാറുകയാണെന്നാണ് CITU ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെ 6000-ഓളം ഡ്രൈവിംഗ് സ്കൂളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലമെങ്കിലും സമരത്തിന് പിന്മാറുകയാണെന്നാണ് ഇപ്പോൾ CITUവിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പുണ്ടായിട്ടുള്ളത്. കൂടാതെ തന്നെ CITU പ്രത്യക്ഷത്തിൽ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ സംയുക്ത സമര സമിതിയുമായി ചേർന്ന് സമരം ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ INTC, BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളെ പിന്താങ്ങുന്നു എന്നും അറിയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, CITU എന്ന് പറയുന്നത് സർക്കാരിനെ തൊഴിലാളി സംഘടനയാണ്. നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അത് തന്നെ ആവണം ഇത്തരത്തിലെ ചർച്ചകൾക്കൊടുവിലായിരിക്കണം CITU ഇങ്ങനെ പിന്മാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മറ്റൊരു കാര്യം CITU ചൂണ്ടിക്കാട്ടുന്നത് പറയുന്നത് RTOമാർക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാത്തതിനാലാണ് ഇന്ന് പലയിടത്തും ടെസ്റ്റ് നടക്കാത്തതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ RTOമാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം ലഭിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത്തരത്തിൽ നിർദ്ദേശം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ല ഇന്നത്തെ ടെസ്റ്റുകൾ മുടങ്ങി എന്നതാണ് ഈ സമരസമിതിയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണം. അവർ ശക്തമായി തന്നെ സമരവുമായി മുന്നോട്ട് പോകും. ഈ ശക്തമായ സമരത്തിന്റെ അലയൊളികളാണ് ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങാൻ കാരണമായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോട് തുടങ്ങിയ റീജിയനുകളിലെല്ലാം ഇത്തരത്തിൽ ടെസ്റ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. RTOകൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരമാണ് നടന്നത്. അതോടൊപ്പം തന്നെ പരിശീലന പരിപാടികളും ബഹിഷ്കരിക്കുന്ന തീരുമാനത്തിലേക്ക് കടക്കുന്നു. CITU സമരത്തിൽ നിന്ന് പിന്മാറിയെങ്കിലും സംയുക്ത സമരസമിതി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. CITU ഇനി സമരത്തിന് പിന്താങ്ങുന്നില്ല എങ്കിൽ പോലും ചർച്ചയിലൂടെ മാത്രമേ ഇനി തീരുമാനം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഗതാഗത മന്ത്രിയെ ഇത്തരത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്നുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു സമരത്തിൽ ഉയർന്നിരുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമര പരിപാടികളാണ് ഇനി ഒരുപക്ഷെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് കാണാൻ പോകുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വരും ദിവസങ്ങളിൽ സമരം വലിയ രീതിയിൽ തന്നെ ശക്തമായി തന്നെ തുടരും. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും സമരം മാറ്റുന്നതിനെ പറ്റിയൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ട്. ആതിര. ശരി, തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.